ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ എന്താണ് ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റ്? അപ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും ലൈഫ് സൈക്കിൾ അസസ്മെൻ്റ് ആണ്. എന്തിൻ്റെ ലൈഫ് സൈക്കിളായിരിക്കും? ഒരു പ്രൊഡക്റ്റിൻ്റെ, അതിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ അസസ്മെൻ്റ് ആണ് ലൈഫ് സൈക്കിൾ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കാര്യങ്ങൾ നമ്മൾ എന്താണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റിൻ്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യും, അതിനെ ഇവാലുവേറ്റ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നതെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ കാൽക്കുലേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് എൻവയോൺമെൻ്റലി റെലവൻറ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് and the potential environmental impact of the life cycle of a product, material or service. ഇതാണ് ഡെഫിനിഷൻ വരുന്നത്. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതിന് നമുക്ക് ഇൻപുട്ട് ഉണ്ടായിരിക്കും, ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ യൂസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലൊരു സ്റ്റഡി നടത്തുകയാണ്. നമ്മൾ ആ അസസ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് എൻവയോൺമെൻറ്റൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റെഫർ ടു ഡിമാൻഡ് ഫോർ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ടു എമിഷൻ ആൻഡ് സോളിഡ് വേസ്റ്റ്. ആൻഡ് ദ ലൈഫ് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് ടെക്നിക്കൽ system of processes and transport routes used at or needed for and raw material extraction, production, use and after use. ഓക്കെ, അതായത് ഇതിൽ എന്തൊക്കെയായിരിക്കും ഒരു ലൈഫ് സൈക്കിളിൽ ഉണ്ടായിരിക്കുക? അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ കളക്ഷൻ, അതായത് അതിൻ്റെ ബേസിക് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ, പിന്നെ അത് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ആക്കി കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അതൊരു അതിൻ്റെ യൂസ് നോക്കും. ആ യൂസ് കഴിഞ്ഞിട്ട് അതിനെ റീയൂസ് ചെയ്തിട്ട് നമുക്ക് റീസൈക്കിൾ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള എൻറ്റയർ പ്രോസസ്സാണ് നമ്മൾ ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റിൽ ചെയ്യുന്നത്. ആൻഡ് ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റ് ഈസ് സംടൈംസ് കോൾഡ് ക്രാഡിൽ ടു ഗ്രേവ് അസസ്മെൻറ്റ്. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ എൻറ്റയർ പ്രോസസ്സിനെ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് മുതൽ അതിൻ്റെ ലാസ്റ്റ് എൻഡ് വരെ നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. And LCA approaches are generally guided by standards but a professional code of practice. Then ഇനി നമ്മുടെ ഈ LCAക്ക് 4 കോമ്പണൻസ് ആണുള്ളത്. 4 കോമ്പണൻസ് ആണ്: ഗോൾ ആൻഡ് സ്കോപ്പ്, ഇൻവെൻട്രി, ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, ഇംപ്രൂവ്മെൻറ്റ് അസസ്മെൻറ്റ്. സോ അതിൻ്റെ അകത്ത് ആദ്യത്തെ കോമ്പണൻ്റാണ് ഗോൾ ആൻഡ് സ്കോപ്പ്. ഗോൾ ആൻഡ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗോൾ ആൻഡ് സ്കോപ്പ് ആയിരിക്കും. ഇതിലെന്തായിരിക്കും? ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് പറയണം. അതുപോലെ തന്നെ സ്കോപ്പും അതിനെയും കുറിച്ച് പറയണം, ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ദി ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ ഫേസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ LCA സ്റ്റഡി. LCA സ്റ്റഡിയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗോളും സ്കോപ്പും സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇൻ ദിസ് ഫേസ് ദ പേർപ്പസ് ഓഫ് സ്റ്റഡി ഈസ് ഡിസ്ക്രൈബ്ഡ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റഡി നടത്തുന്നത് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കും. ആൻഡ് ദിസ് ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡ്സ് ഇൻറ്റൻറ്റഡ് ആപ്ലിക്കേഷൻ ആൻഡ് ഓഡിയൻസ് ആൻഡ് ദ റീസൺസ് ഫോർ ക്യാരിയിങ് ഔട്ട് ദി സ്റ്റഡി. ഇതിലെന്തായിരിക്കും? നമ്മൾ എന്താണ് നമ്മുടെ റീസൺ, ഇത് സ്റ്റഡി നടത്തേണ്ട റീസൺ എന്താണ്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ഓഡിയൻസിനെയും കൺസിഡർ ചെയ്യും. ഇവിടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ആരായിരിക്കും? നമ്മുടെ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ, ആദ്യത്തെ കോമ്പണൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി ഈസ് ഡിസ്ക്രൈബ്ഡ്. നമ്മൾ ഗോൾ ഡിസ്ക്രൈബ് ചെയ്ത പോലെ സ്കോപ്പും ഡിസ്ക്രൈബ് ചെയ്യും. ദെൻ ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലൈഫ് സൈക്കിൾ inventory analysis, data are collected and interpreted, calculations are made and the inventory result are calculated and presented. നമ്മൾ ഇവിടെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ആൻഡ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട്, കാൽക്കുലേഷൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻവെൻട്രീൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് അനാലിസിസ് റിസൾട്ട് ഇസ് എ ഫ്ലോ മോഡൽ ഓഫ് ടെക്നിക്കൽ സിസ്റ്റം. And emissions, energy requirements, material flows and calculated for each process. എല്ലാ പ്രോസസ്സിലും നമ്മൾ എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എമിഷൻസ്, അവിടെ നിന്ന് എന്തൊക്കെ എമിഷൻസാണ്
വരുന്നത്. അതുപോലെ തന്നെ എനർജി റിക്വയർമെൻറ്റ്സ്, ആ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള എനർജി റിക്വയർമെൻറ്റ്സ് ആൻഡ് മെറ്റീരിയൽ ഫ്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദീസ് ഡാറ്റ വിൽ then be adapted and weighed to functional unit which is defined in goal and scope so that whole life cycle of the product can be taken into account. Then inventory എന്ന് പറയുന്നത് അപ്പോൾ അതാണ്. ദ നെക്സ്റ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ആണ്. ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ദ ലൈഫ് സൈക്കിൾ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് the product or production system is examined for environmental perspective using category ഇൻഡിക്കേറ്റേഴ്സ്. അതായത് നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞിട്ടുള്ളായിരുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇൻവെൻട്രീൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, കാൽക്കുലേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, അതുപോലെ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്തു. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്, ഈ കളക്ട് ചെയ്ത് ഡാറ്റയൊക്കെ വെച്ചിട്ട് ഇതൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കണം. ഇതാണ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ലൈഫ് സൈക്കിൾ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഓൾസോ പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഫോർ ദ ഇൻ്റർപ്രിട്ടേഷൻ ഫേസ്. ഇൻ്റർപ്രിട്ടേഷൻ ഫേസിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് LCA ആണ്. ആൻഡ് ഫോർ comparative assertions, there are 4 mandatory elements of LCIA. 4 mandatory elements ആണ്. ഏതൊക്കെയാണ്? സെലക്ഷൻ ഓഫ് ഇമ്പാക്റ്റ് കാറ്റഗറീസ്, കാറ്റഗറി ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് മോഡൽസ്, അസൈൻമെൻറ്റ് ഓഫ് ദി LCA റിസൾട്ട് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് കാറ്റഗറി ഇൻഡിക്കേറ്റർ റിസൾട്ട്സ് ആൻഡ് ഡാറ്റ ക്വാളിറ്റി അനാലിസിസ്. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല, നമ്മൾ എന്താണ് കിട്ടിയിട്ടുള്ള ഡാറ്റാസിനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞതിൽ വരുന്നത്. ഈ കിട്ടുന്ന ഡാറ്റ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്തിട്ട് എന്താണ് അപ്പോൾ കൂടുതൽ അക്യുറേറ്റ് ആവാൻ പറ്റും. നമ്മളിത് വെച്ചിട്ട് വീണ്ടും 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 അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം. ആൻഡ് ഇനി ഇംപ്രൂവ്മെൻറ്റ് അസസ്മെൻ്റ് ഉണ്ട്. ദി ഇംപ്രൂവ്മെൻറ്റ് അസസ്മെൻറ്റ് ഈസ് ദ ഫേസ് വേർ the results are analyzed in relation to goal and scope definition, where conclusions are reached and the limitations of the result are presented and work recommendations are provided based on the findings of the preceding phase of the LCA. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മുമ്പത്തെ ഫേസിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഇതിലെ ലിമിറ്റേഷൻസൊക്കെ കണ്ടുപിടിക്കുകയാണ് ഇംപ്രൂവ്മെൻറ്റ് അസസ്മെൻറ്റിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സമ്മറി ആയിട്ട് എന്ത് പറയാം, ഗോൾ ആൻഡ് സ്കോപ്പ് വിൽ ബി ഡിഫൈൻ ആൻഡ് ലിമിറ്റ്സ് ദി സ്റ്റഡി. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഡിഫൈൻ ചെയ്യും, അതുപോലെ തന്നെ ഡിഫൈൻ എന്താണ് ലിമിറ്റ്സ് ഓഫ് സ്റ്റഡി. ആൻഡ് ദ ഇൻവെൻട്രി വിൽ കൺസിസ്റ്റ് ഓഫ് ഫുൾ ലിസ്റ്റിംഗ് ആൻഡ് കാറ്റഗറൈസേഷൻ ഓഫ് ദ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻവോൾവ് ഇൻ ദ സൈക്കിൾ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എല്ലാ പ്രോസസ്സിനെയും കാൽക്കുലേറ്റ് ചെയ്യും, ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തെ പ്രോസസ്സിൽ വരുന്നത്. ആൻഡ് തേർഡിൽ എന്താണ്, ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഡിസ്ക്രൈബ് ആൻഡ് ക്വാണ്ടിഫൈ ദ ഇമ്പാക്ട്സ് ആൻഡ് ഇംപ്രൂവ് അസസ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത്, ഇസ് ദ ബേസിസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് സൈക്കിൾ. മറ്റതിൽ എന്ത് ചെയ്തു, നമ്മൾ എക്സാമിൻ ചെയ്തിട്ട് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നതാണ് ലാസ്റ്റ് സൈക്കിളിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് 4 കോമ്പണൻസ് എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റ് നോക്കാം. അതിൻ്റെ അകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് കൺസെപ്ച്വൽ LCA ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംപ്ലസ്റ്റ് ഫോമാണ്. അതായത് നമ്മൾ ജസ്റ്റ് ആലോചിക്കുകയാണ് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ. അധികം എഫേർട്ടൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഇങ്ങനൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഡാറ്റാസേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ, അത് വെച്ചിട്ട് നമ്മളൊരു എന്താണ് കൺക്ലൂഷനിലെത്താണ് ഇവിടെ ചെയ്യുന്നത്. The conceptual LCA is the simplest form and is used at every very basic level to make an assessment of environmental aspects based on limited and usually qualitative inventory. അതായത് നമുക്ക് അധികം ഡാറ്റാസ് ഒന്നും അവൈലബിൾ ആവില്ല, നമ്മൾ എന്താണ് ജസ്റ്റ് അതിനെക്കുറിച്ച് ആ ലിമിറ്റഡ് ഡാറ്റ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. And the result of the conceptual LCA can usually be presented using
Qualitative statement, graphics, flow diagrams, or simple scoring system which indicate with which component or material have the largest environmental impact and why. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് ആണ് കിട്ടുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് അല്ല. അപ്പം ഇവിടുന്ന് എന്താണ്, നമ്മൾ ഏത് മെറ്റീരിയലാണ് കൂടുതലായിട്ട് ഇവിടുന്ന് പുറത്ത് വരിക. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ എമിഷൻ വരുന്നത് ഏതാണ്, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് എന്തുകൊണ്ടാണ് വരുന്നത്, അങ്ങനെ നമുക്ക് തിങ്ക് ചെയ്തിട്ട് ലോജിക്കലി കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ അസസ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ ഇതിൻ്റെ അക്യുറസി എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈഡ് LCA ആണ്. അത് ഈ കൺസെപ്ച്വൽ LCAനേക്കാളും ഒരു ലെവൽ മുകളിലായിരിക്കും സിംപ്ലിഫൈഡ് LCA എന്ന് പറയുന്നത്. സിംപ്ലിഫൈഡ് LCA അപ്ലൈസ് ദ LCA മെത്തേഡ് ഫോർ സ്ക്രീനിങ് അസസ്മെൻറ്റ്. ഇതിന് നമ്മൾ എന്താണ് സ്ക്രീനിങ് അസസ്മെൻ്റ് എന്നും കൂടി പറയും. അതായത് കവറിങ് ദ വോൾ ലൈഫ് സൈക്കിൾ. ഇതെന്താണ്, മൊത്തം ലൈഫ് സൈക്കിളും കവർ ചെയ്യും. നമ്മുടെ കൺസെപ്ച്വൽ LCA പോലെയല്ല, മൊത്തമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് സൂപ്പർഫിഷ്യലി ബൈ യൂസിങ് generic data and standard modules for energy production. This is followed by simplified assessment that focused on the most important environmental aspects on stages of life cycle and a thorough assessment of the reliability of the result. അപ്പം ഇതിൽ നമ്മൾ മൊത്തം ലൈഫ് സൈക്കിളും കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെന്താണ്, 100% പെർഫെക്റ്റ് അല്ല. പക്ഷേ എന്താണ്, കൺസെപ്ച്വൽ LCAനേക്കാളും എന്താണ് മോർ അക്യുറേറ്റുമാണ്. അതാണ് സിംപ്ലിഫൈഡ് LCA എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെയാണ് ഡീറ്റെയിൽഡ് LCA എന്ന് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് LCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പേരെന്ന് തന്നെ മനസ്സിലാകാം എന്താണ്, ഇവിടെ ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് LCA ഇൻവോൾവ് ദ ഫുൾ പ്രോസസ് ഓഫ് അണ്ടർടേക്കിംഗ് LCAs ആൻഡ് റിക്വയർ എക്സ്റ്റെൻസീവ് ആൻഡ് in-depth data collection, specifically focused upon the target of the LCA, which if only available generically and must be collected specifically on the product or service under review. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഓരോ പ്രൊസീജിയേഴ്സും, അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ് ഡീറ്റെയിൽഡ് LCA എന്ന് പറയുന്നത്. Then who uses LCA and why? Okay, there are essentially 4 type of users of LCA. 4 type ആണുള്ളത്. Industry and other commercial enterprises, government and regulatory bodies, NGO, then consumers. ഇവരാണ് എന്താണ് ഈ LCAനെ യൂസ് ചെയ്യുന്നത്. ഒരു ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് അതുപോലെയുള്ള കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസസൊക്കെ നമ്മുടെ LCAനെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഗവൺമെൻറ്, റെഗുലേറ്ററി ബോഡീസ്, NGOs, ദെൻ കൺസ്യൂമേഴ്സ്. ദെൻ അതുപോലെ തന്നെ LCAക്ക് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മൾ ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണം. അതിൻ്റെ ബേസിസിലായിരിക്കണം നമ്മൾ ഓരോ കൺക്ലൂഷനിൽ എത്തുന്നുണ്ടാവുക. അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രം എ സ്റ്റാൻഡേർഡ് പെർസ്പെക്റ്റീവ്, LCA is dealt with under the umbrella of ISO 14000 series. And the main documents are follows. നമ്മൾ ISO 14001 നമ്മൾ പഠിച്ചില്ലേ, അതുപോലെ തന്നെ ISO 14000 സീരീസിലെ കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. മെയിനായിട്ട് 4 ISO 14040, അതുപോലെ തന്നെ ISO 14041, 42, 43. ഈ 4 നമ്മൾ LCA സ്റ്റാൻഡേർഡ്സ് ആയിട്ട് പറയുന്നത്. അതിൽ 40 ISO 14040 എന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫ്രെയിം വർക്കാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ദെൻ 41ൻ്റെ അകത്ത് ലൈഫ് സൈക്കിൾ ഇൻവെൻറ്ററി അനാലിസിസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആൻഡ് 42ൻ്റെ അകത്ത് ലൈഫ് സൈക്കിൾ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 43ൻ്റെ അകത്ത് ലൈഫ് സൈക്കിൾ ഇൻ്റർപ്രിട്ടേഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇതാണ് LCA സ്റ്റാൻഡേർഡ്സ്. ദെൻ ഇതിൻ്റെ ഒരു ടാബ്ലർ ഫോമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്.
ദെൻ നെക്സ്റ്റ് വരുന്ന LCA ബേസ്ഡ് ഓൺ ISO 14040 ബേസിൽ ഇതിൻ്റെ ഒരു സിസ്റ്റത്തിന് നമ്മളൊന്ന് ഒരു ഫ്ലോ ചാർട്ട് പോലെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊസീജിയർ നടക്കുമ്പോൾ എന്താണ്, ഒരു ഇൻപുട്ട് ഉണ്ടാവും, ഔട്ട്പുട്ട് ഉണ്ടാവും, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ എന്താണ്, പ്രൊഡക്റ്റ് സിസ്റ്റം ഉണ്ടാവും, അതിൻ്റെ പ്രൊഡക്ഷൻ സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ഇൻപുട്ടിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എനർജി, വാട്ടർ, റോ മെറ്റീരിയൽ ഓർ റിസോഴ്സസ്, ഇത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇൻപുട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ടും കിട്ടണം, വേണ്ടേ? എന്നാലല്ലേ എഫിഷ്യൻസി 100% ആവുള്ളൂ. അപ്പം ഇൻപുട്ടാണ് എനർജി, വാട്ടർ, റോ മെറ്റീരിയൽസ്. ഇനി ഇവിടെ എന്താണ്, കുറച്ച് പ്രോസസ്സുകൾ നടക്കും. ഏതൊക്കെ പ്രോസസ്സുകളാണ്? പ്രൊഡക്റ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഇതൊക്കെ നമ്മൾ അസസ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പം ആദ്യം റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ നടക്കും, അതുപോലെ തന്നെ പ്രോസസ്സിങ്, മാനുഫാക്ചറിങ്, ദെൻ അടുത്ത് ഡിസ്ട്രിബ്യൂഷൻ. പ്രോഡക്റ്റ് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് എന്താണ്, അത് യൂസ് ചെയ്യും, റീസൈക്കിൾ ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യാം. ദെൻ ലാസ്റ്റ് എന്താണ്, റീസൈക്കിൾ ചെയ്തിട്ടും അതിൽ വേസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ വേസ്റ്റ് ആൻഡ് ഡിസ്പോസൽ. ലാസ്റ്റ് വരുന്ന പ്രോസസ്സ് വേസ്റ്റ് ആൻഡ് ഡിസ്പോസലാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ്, നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത് എന്താണ്, എനർജി, വാട്ടർ ആൻഡ് റോ മെറ്റീരിയൽസ്. ഔട്ട്പുട്ടും ഇൻപുട്ടും ഒരേ സംഭവം തന്നെയാവും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റം ബൗണ്ടറി എന്ന് പറഞ്ഞിട്ട് ബേസ്ഡ് ഓൺ ISO 14040 പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് LCAനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്.